Hello designers, welcome back to uxuimania. ഇന്ന് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് ഗ്രിഡിനെ കുറിച്ചാണ്. ഗ്രിഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹൊറിസോണ്ടൽ ആയിട്ടും വെർട്ടിക്കൽ ആയിട്ടും നമ്മൾ ഓരോ ലൈൻസുകൾ വരച്ച് ഒരു ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ഒരു പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്തിടും അല്ലേ. അത് നമ്മൾ ആർട്ടിസ്റ്റുകളൊക്കെ പണ്ട് വാളിലൊക്കെ പടമൊക്കെ വരയ്ക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. ചരടൊക്കെ വെച്ചിട്ട് ആദ്യമേ ഒരു ഗ്രിഡ് അവർ സെറ്റ് ചെയ്യുന്ന കാണാം. കൂടുതൽ ആർട്ടിസ്റ്റിക്കായിട്ടുള്ള ആൾക്കാരെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ഗ്രിഡ് യൂസ് ചെയ്ത് ആദ്യമേ ഒരു ഗ്രിഡ് സെറ്റ് ചെയ്തിട്ടാണ് അതിൻ്റെ മുകളിൽ ചിത്രങ്ങളായിരുന്നാലും മറ്റ് ഡിസൈൻസുകളായാലും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രിഡ് കൃത്യമായി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായ അലൈൻമെൻറ്റ്, കൃത്യമായ പാഡിങ്, കൃത്യമായ മാർജിൻ, ഇതൊക്കെയാണ് ഒരു ഡിസൈനിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്ക് റെസ്പോൺസീവ് ഗ്രിഡ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. റെസ്പോൺസീവ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പോലെ ഒരു വെബ്സൈറ്റ് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഡെസ്ക്ടോപ്പിലാണ് ചെയ്യുന്നതെങ്കിലും അത് ഓട്ടോമാറ്റിക്കായിട്ടും ഒരു ലാപ്ടോപ്പിലും ഒരു ടാബ്ലറ്റിലോ ഒരു മൊബൈലിലോ എവിടെ എടുത്ത് നോക്കിയാലും അത് ഓട്ടോമാറ്റിക്കായിട്ട് ഫിറ്റ് ആകണം. അത്തരത്തിലുള്ള ഒരു വെബ്സൈറ്റിന്, ഒരു വെബ് ലേഔട്ടിങ്ങിനെയാണ് റെസ്പോൺസീവ് ഡിസൈൻസ് എന്ന് പറയുന്നത്. അപ്പം അത് ടെക്നിക്കലി അത് ഒരു ഡെവലപ്പറാണ് അത് ചെയ്യുന്നത് എങ്കിൽ പോലും അതിൻ്റെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഒരു ഡിസൈനർ അതിൻ്റെ ഒരു ഗ്രിഡിങ് ഫോളോ ചെയ്യേണ്ടിയിരിക്കുന്ന ഒരാവശ്യമുണ്ട്. അപ്പം പ്രധാനമായിട്ട് നമ്മുടെ ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന ബൂട്ട് സ്ട്രാപ്പ് പോലുള്ള ഏതെങ്കിലും ഫ്രെയിം വർക്കുകൾക്ക് അതിൻ്റെതായ ചില ഒരു ഗ്രിഡ് സിസ്റ്റം തരുന്നുണ്ട്. അതെല്ലാം നമുക്ക് നമ്മുടെ ഡിസൈൻ ചെയ്യുന്ന സമയത്തും അത് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെവലപ്മെൻറ്റ് ടൈമിൽ റെസ്പോൺസീവ് ആയൊരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ വളരെ ഈസി ആയിരിക്കും. എനിവേയ്സ് ഡിസൈൻ എന്ത് ചെയ്തിരുന്നാലും, അത് ഗ്രാഫിക് ഡിസൈൻ ആയിരുന്നാലും വെബ് ഡിസൈൻ ആയാലും മൊബൈൽ ആപ്ലിക്കേഷൻ ആയാലും എല്ലാം തന്നെ നമ്മൾ നമ്മുടെ ക്യാൻവാസ് എടുത്തതിന് ശേഷം കൃത്യമായ ഗ്രിഡ് അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം ഡിസൈൻ ചെയ്ത് ശീലിക്കുക. എങ്കിൽ എല്ലാ എലമെൻറ്റ്സുകളും നമുക്ക് കൃത്യമായ രീതിയിൽ, കൃത്യമായ പാഡിങ്ങിൽ, കൃത്യമായ മാർജിനിൽ, കൃത്യമായ അലൈൻമെൻറ്റോടുകൂടി ചെയ്യാൻ കഴിയും. ഓക്കെ, നമുക്കിന്ന് ഒരു റെസ്പോൺസീവ് ഗ്രിഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. നിങ്ങൾ ഈ കാണുന്ന പോലെ ഇതാണ് ഒരു കോളം ബൈ കോളമായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ഗ്രിഡിൻ്റെ ഫ്ലോ ആണിത്. ഇത് നമ്മൾ റീസൈസ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ കാണാം 1, 2, 3, 4 എന്ന് പറയുന്ന ഓരോ കോളംസുകളും ഓട്ടോമാറ്റിക്കായിട്ട് നെക്സ്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യുന്നത് കാണാം. ഇപ്പോൾ വലിയ സ്ക്രീനിലേക്ക് വരുമ്പോഴത്തേക്ക് ഗ്രിഡ് 1, 2, 3, 4 വരുന്നു. അത് ചെറുതാക്കുമ്പോഴത്തേക്ക് അത് 1, 2 ഫസ്റ്റും അടുത്ത 3, 4 താഴെയായിട്ട് ഓട്ടോമാറ്റിക് സെറ്റ് ചെയ്യുന്നു. ഇങ്ങനെ 1 by 1 ആയിട്ട് അടുക്കി പോവുക. ഇതിനു വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഗ്രിഡ് ആയിട്ടുള്ള ഡിസൈൻസുകൾ എപ്പോഴും ചെയ്ത് ശീലിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് അഡോബ് എക്സ്ടിയിൽ റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു ഗ്രിഡ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഞാനിവിടെ അഡോബ് എക്സ്ടി ഓപ്പൺ ചെയ്ത് ഒരു ഫയൽ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ഈ ക്യാൻവാസിൻ്റെ സൈസ് ഞാൻ കൊടുത്തിരിക്കുന്നത് 1920 എന്ന് പറയുന്ന റെസൊല്യൂഷനാണ്. ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും റൈറ്റ് സൈഡിലായിട്ട് വിഡ്ത്തും ഹൈറ്റും കൊടുത്തിട്ടുണ്ട്. 1920 വിഡ്ത്തും 1080 ഹൈറ്റുമാണ്. ഇപ്പോഴത്തെ അത്യാവശ്യം വലിയൊരു കമ്പ്യൂട്ടറിൻ്റെ റെസൊല്യൂഷൻ 1920 തന്നെയാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇങ്ങനൊരു ക്യാൻവാസ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ അഡോബ് എക്സ്ടിയിൽ വന്ന് ഗ്രിഡ് സെറ്റ് ചെയ്യുക. ആദ്യമേ തന്നെ നിങ്ങൾ എന്ത് ഡിസൈൻ ചെയ്താലും, ഞാൻ പറയുന്നു വെബ്സൈറ്റിൻ്റെ കാര്യം മാത്രം എടുക്കരുത്, മറ്റ് എന്ത് ഡിസൈൻസ് നിങ്ങൾ ചെയ്തിരുന്നാൽ തന്നെയും ഗ്രിഡ് ഫോളോ ചെയ്ത് ശീലിക്കണം. ഒരു ന്യൂസ് പേപ്പർ ഡിസൈൻ ചെയ്തിരിക്കുന്നതിന് കൃത്യമായ ഗ്രിഡുണ്ട്, ഒരു മാഗസിൻ ചെയ്തിരിക്കുന്നതിന് കൃത്യമായ ഗ്രിഡുണ്ട്. ഈവൻ എന്തൊരു ഡിസൈൻസ് ചെയ്തിരുന്നാൽ തന്നെയും അതിന് കൃത്യമായ അളവുകൾ നമ്മൾ ഗ്രിഡ് ചെയ്തതിന് ശേഷം മാത്രമേ ചെയ്യാറുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാ ഡിസൈനേഴ്സും ഗ്രിഡ് കൃത്യമായി യൂസ് ചെയ്തതിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അവരുടെ ഡിസൈൻസുകളുടെ അലൈൻമെൻറ്റും ഒക്കെ വളരെ ക്ലിയർ ആയിരിക്കും. അപ്പോൾ ഈ ക്യാൻവാസ് നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ റൈറ്റ് ബോട്ടത്തിലായിട്ട് ഗ്രിഡ് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ വന്നിട്ട് ഈ ചെക്ക് ബോക്സ് നിങ്ങൾ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഗ്രിഡ് ഓണായി വരും. ഓക്കെ, ഗ്രിഡ് ഓണായി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇനി അതിനകത്ത് ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 1920 ആണ് ടോട്ടൽ റെസൊല്യൂഷൻ എടുത്തിരിക്കുന്നതെങ്കിലും നമ്മുടെ കണ്ടന്റ് ഏരിയ എന്ന് പറയുന്നത് ഫുൾ ആയിരിക്കുന്നില്ല. ഞാനതിൻ്റെ സെൻറ്റർ പോർഷനിലായിട്ടാണ് ഡിസൈൻ കണ്ടന്റ് ഏരിയ വരുന്നത്. അതിനായി ഓർത്തിരിക്കുക 1170 1170 പിക്സൽ വിഡ്ത്താണ് സാധാരണഗതിയിൽ ഇവിടെ കണ്ടന്റ് ഏരിയയ്ക്കായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗ്രിഡ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓർത്തിരിക്കുക, അപ്പോൾ ഇതിൻ്റെ കണ്ടന്റ് ഏരിയ സെറ്റ് ചെയ്യുമ്പോൾ ഓർത്തിരിക്കുക 1170 ആയിരിക്കും നമ്മൾക്ക് കണ്ടന്റിന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്ന ഏരിയ. ഓക്കെ, നമുക്ക് കാൽക്കുലേറ്റർ എടുത്ത് ചെറിയൊരു കാൽക്കുലേഷൻ നോക്കേണ്ടതുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ എടുത്തിരിക്കുന്നത് 1920 ബിട്ടാണ്. അതിൽ എനിക്ക് വേണ്ടുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് അതിൽ നിന്നും കുറയ്ക്കുകയാണ്. എന്ന് വെച്ചാൽ -1170 ഞാൻ അതിൻ്റെ കണ്ടന്റ് ഏരിയ ആയിട്ട് എടുത്തു. ഓക്കെ,
എടുത്ത് അത് കഴിഞ്ഞാൽ ഇനി ബാക്കി സ്പേസ് ഈ ലെഫ്റ്റിലും റൈറ്റിലും കിടക്കുന്ന ടോട്ടൽ സ്പേസ് എന്ന് പറയുന്നത് 750 ആണ്. അപ്പോൾ എനിക്ക് ലെഫ്റ്റിൽ അതിൻ്റെ പകുതി വേണം, റൈറ്റിൽ അതിൻ്റെ പകുതി വേണം. ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 375 പിക്സൽ ലെഫ്റ്റിലും 375 പിക്സൽ റൈറ്റിലും കളഞ്ഞാൽ മാത്രമേ എനിക്ക് സെൻറ്ററിൽ 1170 എന്ന് പറയുന്ന സൈസ് കിട്ടൂ. അപ്പോൾ ഞാൻ ആ സെറ്റിലാണ് ഇവിടെ ഗ്രിഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വന്ന് നമുക്ക് ഗ്രിഡിൻ്റെ സെറ്റിങ്സ് നോക്കാം. ഈ ഗ്രിഡിൻ്റെ ഓരോ ലൈൻസും, അതായത് ഓരോ കോളംസും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 12 കോളം ഉണ്ട്. ഇതിന് 12 കോളം ഗ്രിഡ് എന്നാണ് പറയുന്നത്. ചില പർപ്പസിൽ നമുക്ക് 16 കോളം പർപ്പസ് ഉണ്ട്, ചില ടൈമിൽ നമുക്ക് 24 കോളംസ് ഉണ്ട്. പക്ഷേ യൂഷ്വലി നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ഡിസൈനേഴ്സും ഇപ്പോൾ 12 ഗ്രിഡാണ് മാക്സിമം യൂസ് ചെയ്ത് വരുന്നത്. അപ്പോൾ 12 ഗ്രിഡ് തന്നെ നമുക്ക് ഫോളോ ചെയ്യാം. ഈ 12 ഗ്രിഡിനകത്ത് നിങ്ങൾ ഓർത്തിരിക്കുക, റൈറ്റ് സൈഡിൽ ഇവിടെയായിട്ട് 12 ഗ്രിഡ് ആയിരിക്കണം കൊടുത്തിരിക്കുന്നത്. അതിനോടൊപ്പം ഗട്ടർ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കോളത്തിനും ഇടയിൽ കാണുന്ന ഈ വൈറ്റ് സ്പേസിനെയാണ് ഗട്ടർ സ്പേസ് എന്ന് പറയുന്നത്. അത് ഓർത്തിരിക്കണം, നമ്മൾ എപ്പോഴും ടെക്നിക്കലി ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന വേർഡ്സുകളാണ്. അപ്പോൾ ഗട്ടർ സ്പേസ് എന്ന് പറയുന്നത് നമുക്ക് സാധാരണഗതിയിൽ 20 പിക്സൽ കൊടുക്കാറുണ്ട്. കുറച്ചും കൂടി ബ്രീത്തിങ് സ്പേസ് കിട്ടാൻ വേണ്ടി 13 കൊടുക്കാറുണ്ട്. ഞാനിവിടെ 30 ആണ് കൊടുത്തിരിക്കുന്നത്, 30. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതുപോലെ തന്നെ കോളത്തിന്റെ വിഡ്ത്ത്, ഈ കാണുന്ന ഒരു കോളത്തിന്റെ, ഈ ബ്ലൂ കളർ ഒരു കോളത്തിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 70 ആണ് കൊടുത്തിരിക്കുന്നത്, 70. ദെൻ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തതുപോലെ ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട് ഇവിടെ കണ്ടാൽ നിങ്ങൾക്ക് കാണാം 0 375 0 375. ഇതിന്റെ അർത്ഥം ലെഫ്റ്റില് 375 റൈറ്റില് 375 എന്നാണ്. അതും കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഗ്രിഡ് സെന്ററിൽ വരും. എൻ്റെ ഈ കണ്ടന്റ് ഏരിയ 1170 കിട്ടും. ഈ ലെഫ്റ്റും റൈറ്റും 375 പിക്സൽ വീതം ബ്ലാങ്ക് ആയിട്ടും കിടക്കും. ഈ കിടക്കുന്ന ഒരു ഗ്രിഡിനെ ഫോളോ ചെയ്ത് വേണം നിങ്ങളുടെ ഡിസൈൻസുകൾ ഇനി മുന്നോട്ട് പോകാൻ. ഇപ്പോൾ നിങ്ങളൊരു വെബ്സൈറ്റ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോമിലേക്ക് വന്ന് നിൽക്കുകയാണ്. അതിനാവശ്യമായ ഗ്രിഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾ ഉപയോഗിക്കുന്ന ഓരോ എലമെൻസുകളും ഈ ഗ്രിഡിനകത്ത് നിൽക്കണം. എന്ന് വെച്ചാൽ നിങ്ങളൊരു ബോക്സ് വരച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ ഇങ്ങനെ ബോക്സ് ഫസ്റ്റ് കോളത്തിൽ തീരണം, അതല്ല എങ്കിൽ സെക്കൻഡ് കോളം എൻഡ് ചെയ്യുന്നിടത്തേ അടുത്തത് അവസാനിക്കാവും, അതല്ലെങ്കിൽ തേർഡിൽ. ഒരിക്കലും ഒരു ബോക്സ് നമ്മൾ വരയ്ക്കുമ്പോഴോ ഒരു എലമെന്റ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോഴോ ഈ കോളത്തിന്റെ സെന്ററിലായിട്ടോ അല്ലെങ്കിൽ ഈ ഗട്ടർ സ്പേസിന്റെ സെന്ററിലായിട്ടോ ഒന്നും വന്ന് നിൽക്കാൻ പാടില്ല. ഓക്കെ, എപ്പോഴും നമ്മുടെ ഈ ബോക്സുകൾ, എന്ത് ബോക്സുകൾ അലൈൻ ചെയ്തിരുന്നാലും ഇതുപോലെ ഓരോ കോളംസിലും ടച്ച് ചെയ്ത് വേണം നിൽക്കാൻ. ഇനി എനിക്ക് അടുത്തൊരു ബോക്സ് ഉണ്ടാക്കണമെങ്കിൽ ഈ ഗട്ടർ സ്പേസ് കഴിഞ്ഞതിന് ശേഷമേ ഉണ്ടാക്കാവൂ. ഇനി വീണ്ടും ഒരു ബോക്സ് ഉണ്ടാക്കണമെങ്കിൽ ഈ ഗട്ടർ സ്പേസ് കഴിഞ്ഞതിന് ശേഷമേ ഉണ്ടാക്കാവൂ. അപ്പോൾ ഇത് കൃത്യമായിട്ട് അലൈൻഡാവും. ഓക്കെ, അപ്പോൾ ഈ ഗട്ടർ സ്പേസ് 30 പിക്സൽ ആണെന്ന് നമുക്കറിയാം. ഇനി അടുത്ത താഴെ ഞാൻ ഇതിൽ ബോക്സ് ഉണ്ടാക്കിയാൽ ഇത് വന്ന് ഇതിൽ ടച്ച് ചെയ്തിട്ട് ഷിഫ്റ്റ് ഞെക്കിക്കൊണ്ട് ഒരു ആരോ 1 എന്ന് പറഞ്ഞാൽ 10 പിക്സൽ ആണ്. വീണ്ടും ഷിഫ്റ്റ് അടിച്ചുകൊണ്ട് 1 അങ്ങനെ ഓരോ ഷിഫ്റ്റ് അടിച്ചുകൊണ്ട് ഓരോ ആരോ ക്ലിക്ക് ചെയ്യുമ്പോഴും 10 പിക്സൽ വെച്ചാണ് ഒരു ബോക്സ് മൂവ് ചെയ്യുന്നത്. അങ്ങനെ 3 ഷിഫ്റ്റ് അടിച്ചുകൊണ്ട് ഞാൻ ആരോ പ്രസ് ചെയ്തു എന്ന് വെച്ചാൽ 30 പിക്സൽ. കാരണം ഇവിടെ 30 പിക്സൽ ആണെങ്കിൽ ഇത് തമ്മിലുള്ള സ്പേസും 30 പിക്സൽ ആയിരിക്കണം. അതുപോലുള്ള കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പാഡിങ്ങുകളും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള സ്പേസിങ്ങും കൊടുത്തു വേണം നമ്മൾ എല്ലാ ഡിസൈൻസുകളും ചെയ്തെടുക്കാൻ. ഇങ്ങനെ ഗ്രിഡ് അപ്ലൈ ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് ഒരു വെബ്സൈറ്റ്, ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഒക്കെ ഡിസൈൻ ചെയ്യാന്നുള്ളത് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് ഓരോ വീഡിയോസുകൾ ഉണ്ടാക്കാം. എനിവേസ്, ഈ ഗ്രിഡ് ഫോളോ ചെയ്യാൻ യാതൊരു കാരണവശാലും ഒരു ഡിസൈനേഴ്സും വിട്ടുപോകരുത്. കാരണം ഗ്രിഡിങ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻ ഡിസൈനിങ്. അതുപോലെ പലതരത്തിലുള്ള ഗ്രിഡുകൾ, പല ഡെസ്ക്ടോപ്പിൻ്റെത്, ലാപ്ടോപ്പിൻ്റെത്, ടാബ്ലറ്റ്സിൻ്റെത് തുടങ്ങി പല ടൈപ്പ് ഓഫ് ഗ്രിഡ് സ്റ്റൈലുകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പോകുന്ന ഒരു വെബ്സൈറ്റും കൂടെ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. gridkkuistore.com എന്ന് പറയുന്ന വെബ്സൈറ്റ് ഉണ്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ്. ഇതിലിട്ട് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ബൂട്ട്സ്ട്രാപ്പിൻ്റെ മൊബൈൽ, ടാബ്ലറ്റ്, ഡെസ്ക്ടോപ്പ്, ആൻഡ്രോയിഡിൻ്റെ മൊബൈൽ, ടാബ്ലറ്റ്, iOSൻ്റെ വാച്ച്, ഐഫോൺ, ഐപാഡ് തുടങ്ങി എല്ലാ ഡിസൈൻസ് ആവശ്യമായിട്ടുള്ള ഡിവൈസുകളുടെയും ഗ്രിഡ് ഇവിടെ നിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, എല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വെബ്സൈറ്റിൽ നിങ്ങൾ വന്നിട്ട് ഇത് ഡൗൺലോഡ് കൊടുത്താൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പക്ഷെ അവർ ഒരു ഡൊണേറ്റ് $4 എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒരു $4 ഡൊണേറ്റ് ചെയ്യാം. പക്ഷേ ഇല്ലെങ്കിലും $0 നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഫോട്ടോഷോപ്പ്, സ്കെച്ച്,
figma, ext, AI, Adobe Illustrator ഫയൽ വരെ 5 സോഫ്റ്റ്വെയർ ഫോർമാറ്റുകളിൽ നിങ്ങൾക്ക് ലഭിക്കും. അതെടുത്ത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ ഏത് സോഫ്റ്റ്വെയറിൽ ഡിസൈൻ ചെയ്യുന്നു എന്നുള്ളത് പ്രശ്നമല്ല. അതിനെല്ലാത്തിനുമുള്ള ഗ്രിഡ് ഇവിടെ നിന്ന് അവൈലബിൾ ആണ്. അത് ഓപ്പൺ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടുന്ന റെസൊല്യൂഷൻ ഗ്രിഡ് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ വെൽ അലൈൻഡ് ആയിട്ടുള്ള വെൽ പ്രൊഫഷണൽ ഡിസൈൻസുകൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ വെബ്സൈറ്റും കൂടി ഇപ്പോൾ തന്നെ നിങ്ങൾ ബുക്ക് മാർക്ക് ചെയ്തോളുക. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഗ്രിഡിനെ കുറിച്ച് ഒരു ബേസ്മെൻറ്റ് കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി മുതലുള്ള എല്ലാ ഡിസൈൻസുകളിലും ഗ്രിഡ് ഉപയോഗിക്കണം എന്നുള്ള കാര്യം മറക്കരുത്. അപ്പം ഗ്രിഡ് വെച്ചിട്ട് നല്ല നല്ല ഡിസൈൻസുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ഗൈസ്.